നമസ്കാരം. ലോകമെമ്പാടുമുള്ള വിപ്ലവകാരികളുടെയും പോരാളികളുടെയും ആവേശമാണ് ക്യൂബ. ഇന്ന് ആ രാജ്യം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും കഠിനമായ പരീക്ഷണ ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ലോകത്തിന് മുന്നിൽ ക്യൂബയെ മുട്ടുകുത്തിക്കാൻ സാമ്രാജ്യത്വ ശക്തികൾ ആവനാഴിയിലെ അവസാനത്തെ അമ്പ് പ്രയോഗിക്കുമ്പോൾ ഇരുട്ടിലായ തെരുവുകളിലും പട്ടിണിയിലായ വീടുകളിലും ആ ജനത കാത്തു സൂക്ഷിക്കുന്നത് തോൽക്കാൻ തയ്യാറല്ലാത്ത തങ്ങളുടെ വിപ്ലവ വീര്യമാണ്. ക്യൂബയെ ശ്വാസം മുട്ടിക്കാനുള്ള ഓരോ നീക്കവും ആ രാജ്യത്തെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ നരകതുല്യമാക്കുമ്പോഴും അമേരിക്കയുടെ അഹന്തയ്ക്കു മുന്നിൽ തലകുനിക്കാതെ പൊരുതുന്ന ആ ജനതയോടുള്ള ഐക്യദാർഢ്യം ഇന്ന് ലോകം ആഗ്രഹിക്കുന്നു. ഇത് ഒരു രാജ്യത്തിന്റെ മാത്രം പോരാട്ടമല്ല, മറിച്ച് സാമ്രാജ്യത്വ അധിനിവേശങ്ങൾക്കെതിരെ ലോകമെമ്പാടും ഉയരേണ്ട നീതിയുടെ ശബ്ദമാണ്. ക്യൂബ ഇന്ന് നേരിടുന്ന അതിരൂക്ഷമായ പ്രതിസന്ധി കേവലം ഒരു സാമ്പത്തിക തകർച്ചയല്ല, മറിച്ച് അമേരിക്കൻ സാമ്രാജ്യത്വം ആസൂത്രിതമായി നടപ്പിലാക്കുന്ന ഹീനമായ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. ഒരു സ്വതന്ത്ര രാജ്യത്തിന്റെ പരമാധികാരത്തിനു മേൽ കടന്നുകയറിക്കൊണ്ട് ക്യൂബയെ വീഴ്ത്താൻ സമയമായി എന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുമ്പോൾ അത് ആ ജനതയോടുള്ള യുദ്ധ പ്രഖ്യാപനമായി മാറുന്നു. ഒരു ജനതയെ ഒന്നടങ്കം ഇരുട്ടിലാഴ്ത്തി പട്ടിണിക്കിട്ടും അവരുടെ വിപ്ലവ വീര്യം തകർക്കാമെന്നത് അമേരിക്കയുടെ കേവലം ഒരു വ്യാമോഹം മാത്രമാണ്. ടൂറിസം മേഖലയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ വിമാനങ്ങൾക്ക് ഇന്ധനം നിഷേധിക്കുന്നതും അന്താരാഷ്ട്ര കമ്പനികളെ ഭയപ്പെടുത്തി ക്യൂബയിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതും സാമ്രാജ്യത്വ അഹന്തയുടെ ഏറ്റവും ക്രൂരമായ മുഖമാണ്. എന്തായാലും ക്യൂബയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ഉടൻ തകരുമെന്ന അവകാശവാദമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനുള്ളത്. ഫ്ലോറിഡയിൽ നടന്ന ഉച്ചകോടിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ ക്യൂബ അതിന്റെ അന്ത്യഘട്ടത്തിലാണെന്നും വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ അവിടെ സംഭവിക്കുമെന്നും ട്രംപ് അവകാശപ്പെട്ടത്. ശനിയാഴ്ച ക്യൂബ ഒഴിച്ചുള്ള അമേരിക്കൻ സഖ്യകക്ഷികൾ പങ്കെടുത്ത ഉച്ചകോടിയിൽ സംസാരിക്കവെയായിരുന്നു ട്രംപിന്റെ ഈ പ്രസ്താവന എത്തിയതും. എന്തായാലും ക്യൂബയുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം, അവരുടെ കൈവശം പണമില്ല, എണ്ണയില്ല, അവരുടേത് മോശം തത്വശാസ്ത്രമാണ്, വളരെ കാലമായി മോശമായി തുടരുന്ന ഒരു മോശം ഭരണകൂടമാണ് അവരുടേത്. ക്യൂബ അതിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് അടുക്കുകയാണ്. ഫ്ലോറിഡയിലെ ലാറ്റിൻ അമേരിക്കൻ ഉച്ചകോടിയിലെ 12ഓളം നേതാക്കളോടായിരുന്നു ട്രംപിന്റെ ഈ വീരവാദം. എന്തായാലും നിലവിൽ അനുഭവപ്പെടുന്ന ഇന്ധനക്ഷാമവും സാമ്പത്തിക പ്രതിസന്ധിയും ക്യൂബയെ തളർത്തുന്നതായി അമേരിക്കൻ സമ്മർദ്ദം ഇതിന് ആക്കം കൂട്ടുന്നതായും റിപ്പോർട്ടുകളുണ്ട്. അമേരിക്കൻ വംശജരായ ക്യൂബക്കാർക്ക് വൈകാതെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങാൻ സാധിക്കുമെന്നാണ് ട്രംപിന്റെ വാഗ്ദാനം. ദീർഘകാലമായി നിലനിൽക്കുന്ന അമേരിക്ക ക്യൂബ നയതന്ത്ര ബന്ധത്തിലെ പുതിയ അധ്യായമാണ് ഈ നീക്കങ്ങൾ വിലയിരുത്തപ്പെടുന്നത്. വ്യാഴാഴ്ച വൈറ്റ് ഹൗസിൽ വെച്ച് ട്രംപ് സമാനമായ പ്രസ്താവനകൾ നടത്തിയിരുന്നു. ഇറാനുമായുള്ള നിലവിലെ സംഘർഷത്തിനു ശേഷം തന്റെ ഭരണകൂടത്തിന്റെ അടുത്ത ശ്രദ്ധ ക്യൂബയിലായിരിക്കുമെന്നായിരുന്നു ട്രംപ് അന്ന് സൂചിപ്പിച്ചത്. അമേരിക്കൻ ക്യൂബക്കാർ തങ്ങളുടെ മാതൃരാജ്യത്തിലേക്ക് മടങ്ങുന്നത് വെറും സമയത്തിന്റെ പ്രശ്നം മാത്രമാണ് എന്നും അന്ന് ട്രംപ് പറഞ്ഞു. അമേരിക്കയുടെ ശക്തമായ സമ്മർദ്ദം ക്യൂബയെ തകർച്ചയുടെ വക്കിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ബുധനാഴ്ച പടിഞ്ഞാറൻ ക്യൂബയുടെ മിക്ക ഭാഗങ്ങളിലും ഉണ്ടായ വ്യാപകമായ ബ്ലാക്ക് ഔട്ട് വർദ്ധിച്ചു വരുന്ന ഊർജ പ്രതിസന്ധിയെയാണ് സൂചിപ്പിക്കുന്നത്. ഇന്ധന ഇറക്കുമതി നിയന്ത്രിക്കുകയും ക്ഷാമം രൂക്ഷമാക്കുകയും ചെയ്ത അമേരിക്കയുടെ ഇന്ധന ഉപരോധമാണ് ഈ സാഹചര്യം വഷളാക്കിയത്. വിശകലന വിദഗ്ധരെ ഉദ്ധരിച്ച് ദ ഹിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ച് ക്യൂബയുടെ ശേഷിക്കുന്ന ഇന്ധന ശേഖരം മാർച്ച് പകുതിയുടെ അവസാനത്തോടെ തീർന്നു പോയേക്കാമെന്നാണ്. ഇത് ക്യൂബയുടെ സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായും നിശ്ചലമാക്കിയേക്കാം എന്നാണ് കണക്കുകൂട്ടൽ. എന്തായാലും ക്യൂബൻ ഉദ്യോഗസ്ഥരുമായുള്ള ചർച്ചകൾക്ക് നേതൃത്വം നൽകാൻ ട്രംപ് റൂബിനോടും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ക്യൂബയെ സൗഹൃദപരമായി ഏറ്റെടുക്കുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. എന്തായാലും സാമ്പത്തിക പരിഷ്കാരങ്ങൾ, പ്രാദേശിക മുൻഗണനകളിലെ സഹകരണം, അമേരിക്കയെ എതിർക്കുന്ന രാജ്യങ്ങളുമായി ബന്ധം കുറയ്ക്കൽ എന്നിവ ഉൾപ്പെടെ സ്വന്തം നിലനിൽപ്പിനായുള്ള വിവിധ വഴികൾ ക്യൂബൻ നേതാക്കൾ ആലോചിക്കുന്നതായാണ് റിപ്പോർട്ട്. 1959 ഫിഡൽ കാസ്ട്രോ അധികാരം ഏറ്റെടുക്കുകയും ഏകകക്ഷി ഭരണം സ്ഥാപിക്കുകയും ചെയ്തതു മുതൽ അമേരിക്കയും ക്യൂബയും തമ്മിൽ നല്ല ബന്ധമല്ല ഉള്ളത്.